ഹലോ. ഹലോ. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു മെഹന്തി സ്റ്റിക്കറെ. അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ പോയപ്പോഴത്തേക്ക് ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊന്നൂന് ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് സൈസ് എടുത്തത് കേട്ടോ. ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് അവളെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരിടം എത്താത്ത ഒരവസ്ഥയാണ്. കണ്ടില്ലേ, ഈ വിരലിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും എത്തത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് ഇരിക്കുന്നത്. എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് വെച്ച് നോക്കാം. പിന്നെ ഇത് നമുക്ക് മറ്റേ വാഷ് ചെയ്തിട്ടൊക്കെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറാണ്. അപ്പം ഇട്ട് നോക്കാമോ പോലും? ഇട്ട് നോക്കാമോ പോലും? അങ്ങനെ ഈ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ വെക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ ഓരോ കൈയുടെയും വലിപ്പം അനുസരിച്ചിട്ട് സ്റ്റിക്കറിനും അതിനുള്ള വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരേപോലത്തെ അളവൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ചുമ്മാ ഒരു ഡിസൈൻ നോക്കിയിട്ടൊന്ന് പരീക്ഷണം എന്ന വിധത്തിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ശരിക്കും ഇത് നല്ലതാണോ അല്ലെങ്കിൽ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ ഇവിടെ വെച്ചിട്ട് ഒരിടത്തും എത്തുന്നില്ല. ഇങ്ങോട്ട് നീക്കുമ്പം അപ്പുറത്തെ സൈഡ് എത്തുന്നില്ല, അപ്പുറത്തെ സൈഡ് വയ്ക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് വയ്ക്കുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നാലും എല്ലാ വിരലും കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവസാനം നടുക്കത്ത് 3 വിരലിൽ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങ് വെച്ചു. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർക്ക് ഒരുവിധം ഒട്ടിച്ച് വെച്ചു. അതിന് പുറത്തോടെ നമ്മുടെ മെഹന്തിയൊക്കെ വാരി കോരി ഒഴിച്ച് അതിന് പുറത്തിങ്ങനെ വിരകിയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ചെയ്ത് കൊടുത്തു, അതിന് ഞാൻ ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് പൊന്നു ചെയ്യുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഇട്ട സമയം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് നമ്മുടെ സാധാരണ മെഹന്തിയല്ല, ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു മെഹന്തിയാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ മാറിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ കണ്ടില്ലേ, ഇട്ട സമയത്ത് പൊന്നിട്ടോടുന്ന സമയത്ത് തന്നെ എൻ്റെ കൈയൊക്കെ ഭയങ്കര ഡാർക്ക് കളറായി. പിന്നെ ബാക്കി വന്ന് ഞാൻ റൗണ്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ പൊന്നു അപ്പം തന്നെ പോയി കഴുകിയിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഭയങ്കര ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ കളയാൻ പറ്റുന്ന രീതിയിലുള്ള മെഹന്തിയാണ്. അങ്ങനെ നമ്മുടെ കഴുകി കളഞ്ഞപ്പോൾ എടുത്തപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിക്കറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേറൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇനി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ കഴുകി കളഞ്ഞിട്ട് വരുന്ന പൊന്നുവിൻ്റെ മുഖത്ത് സന്തോഷം കാണാൻ കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ ഒരു കൈയുടെ അനുസരിച്ചിട്ടുള്ള അളവിന് വാങ്ങിയിട്ട് വന്നാൽ അടിപൊളി സാധനമാണ്. പെട്ടെന്ന് തന്നെ മെഹന്തിയൊക്കെ ഉണ്ടാക്കാം. എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഹന്തി സ്റ്റിക്കറാണേ.